നമസ്കാരം. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശത്തിന്റെ പേരിൽ അറസ്റ്റിലായ RSS ചിന്തകനും സംഘപരിവാർ സഹയാത്രികൻ TG മോഹൻദാസിന് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. തിരുവനന്തപുരം CJM കോടതിയാണ് ജാമ്യം നൽകിയത്. ചോദ്യം ചെയ്യുന്നതിനായി മോഹൻദാസിനെ കസ്റ്റഡിയിൽ വേണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യത്തെ തള്ളിയായിരുന്നു കോടതി നടപടി. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി കസ്റ്റഡി അനിവാര്യമാണെന്നും പ്രതി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത്. എന്നാൽ ഈ വാദങ്ങൾ തള്ളിയ പ്രതിഭാഗം അഭിഭാഷകൻ പോലീസ് വീട്ടിലെത്തി മൊബൈൽ ഫോൺ ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് കോടതിയെ ധരിപ്പിച്ചു. കൂടാതെ നിയമാനുസൃതമായ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാതെ പ്രതിയെ എങ്ങനെ വിട്ടുനൽകുമെന്നും പ്രതിഭാഗം ചോദിച്ചു. കലാപ ആഹ്വാനം, മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കൽ, അതിന് ശ്രമിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, സമൂഹത്തിൽ ക്രമസമാധാനം തകർക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ പോലീസ് ചുമത്തിയിരുന്നത്. TG മോഹൻദാസിനെ ജയിലിലടച്ച് മുൻതൂക്കം നേടാൻ കാത്തിരുന്ന പോലീസിനും പ്രോസിക്യൂഷനും കോടതി തീരുമാനം വൻ തിരിച്ചടിയായി. റിമാൻഡ് ചെയ്യാനും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനുമുള്ള ഗുരുതര കുറ്റങ്ങളൊന്നും TG ചെയ്തിട്ടില്ലെന്ന് അജിത്ത് വാദിച്ചു. അന്വേഷണവുമായി സഹകരിക്കുമെന്നും അറിയിച്ചു. ഇത് കോടതിയും അംഗീകരിച്ചു. ചുമത്തപ്പെട്ട കുറ്റങ്ങളെല്ലാം 3 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതാണെങ്കിലും ഇവയിൽ BNS 353 ജാമ്യമില്ലാ വകുപ്പായതിനാലാണ് മോഹൻദാസിന്റെ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ തീരുമാനം നിർണായകമായത്. കൊച്ചിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്ത് എത്തിച്ച TG മോഹൻദാസിനെ റിമാൻഡ് ചെയ്യാനായിരുന്നു പോലീസ് ശക്തമായി ശ്രമിച്ചത്. എന്നാൽ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ ശാസ്തമംഗലം അജിത്ത് തന്നെ നേരിട്ട് ഹാജരായി വാദിച്ചത് പോലീസിന്റെ കണക്കുകൂട്ടലുകളെ പൂർണ്ണമായും തെറ്റിച്ചു. വീഡിയോയിലെ പരാമർശങ്ങൾ രാഷ്ട്രീയ വിമർശനവും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നും അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയ പ്രതികാര ബുദ്ധി മാത്രമാണ് എന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദങ്ങൾക്ക് മുന്നിൽ പ്രോസിക്യൂഷന് വ്യക്തമായ ഉത്തരം നൽകാൻ സാധിച്ചില്ല. ഉപാധികളോടെയാണ് ജാമ്യം. പോലീസുമായി അന്വേഷണത്തിൽ സഹകരിക്കണം, സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുത് എന്നതടക്കമുള്ള വ്യവസ്ഥകളുണ്ട്. 3 ദിവസം പോലീസിനോട് ചോദ്യം ചെയ്യലിന് സഹകരിക്കണമെന്നും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിന് മോഹൻദാസിനെ റിമാൻഡ് ചെയ്യുമെന്ന പ്രതീക്ഷയിൽ വഞ്ചിയൂർ കോടതി വളപ്പിൽ കരിങ്കൊടിയും പ്ലക്കാർഡുകളുമായി SFI ഇടതുപക്ഷ സംഘടനകൾ വൻ പ്രതിഷേധ പ്രകടനമടക്കം നടത്തിയിരുന്നു. എന്നാൽ കോടതി ജാമ്യം അനുവദിച്ച വാർത്ത പുറത്തു വന്നതോടെ പ്രതിഷേധവുമായി എത്തിയവർ കടുത്ത നിരാശയിലായിട്ടുണ്ട്. കേസിൽ പോലീസിനെ ധൃതി പിടിച്ചുള്ള അറസ്റ്റ് നടപടിയെയും വീഴ്ചകളെയും പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ചോദ്യം ചെയ്തു. 11 ദിവസമായി അന്വേഷണം നടന്നിട്ട് മുൻകൂർ നോട്ടീസ് നൽകുക പോലും ചെയ്യാതെ നടത്തിയ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന വാദമാണ് TG മോഹൻദാസിന് വേണ്ടി പ്രധാനമായും ഉയർത്തിയത്. ഉപാധികളോടെയാണെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തി മണിക്കൂറുകൾക്കകം തന്നെ മോഹൻദാസിന് ജാമ്യം ലഭിച്ചത് പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും നീക്കങ്ങൾക്ക് ലഭിച്ച തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. BJP നേതാക്കൾ TGക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു. ഉപാധികളോടെയാണ് തിരുവനന്തപുരം CJM കോടതി ജാമ്യം അനുവദിച്ചത്. TG മോഹൻദാസിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട പ്രോസിക്യൂഷന്റെ വാദം തള്ളിയാണ് എന്തായാലും കോടതിയുടെ നടപടി. തെളിവ് ശേഖരണത്തിന് കസ്റ്റഡി അനിവാര്യമാണെന്നും മോഹൻദാസ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നടക്കമുള്ള വാദങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ വാദം തെറ്റ് ആണെന്ന് മോഹൻദാസിന്റെ അഭിഭാഷകൻ വാദിച്ചു. പോലീസ് വീട്ടിലെത്തി ഫോൺ ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് മോഹൻദാസ് അറിയിക്കുന്നുണ്ട്. കസ്റ്റഡി അപേക്ഷ നൽകാതെ പ്രതിയെ എങ്ങനെ കസ്റ്റഡിയിൽ ചോദിക്കുമെന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു. എന്തായാലും ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ കസ്റ്റഡിയിലായ സംഘപരിവാർ സഹയാത്രികൻ TG മോഹൻദാസിനെതിരെ കലാപാഹ്വാനത്തിനുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു.